അമ്മ എന്നാലും അരുൺ. ഞാനല്ലേ പറയുന്നേ. ഇപ്പൊ അരുൺ പോയിക്കോട്ടെ. എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോ കുങ്കുമത്തിന്റെ കാര്യത്തില് എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയെ സമ്മതിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. നീ ഇപ്പൊ സമാധാനിക്ക്. ഞാനാ പറയുന്നേ. നിനക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. നീ കിച്ചണിലേക്ക് ചെല്ല്, എന്തെങ്കിലും എടുത്ത് കഴിക്കും. എന്താ ഞാൻ പറഞ്ഞ ഐശ്വര്യ കേക്കില്ലേ? അമ്മ എനിക്ക് വിശ്വാസം. ഞാൻ കിച്ചണിലേക്ക് പോവാം. പക്ഷെ അമ്മേ, ഈയിടെയായിട്ട് അരുണിന്റെ പോക്ക് ശരിയല്ല. അമ്മ തന്നെ അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കണം. അത് ഞാൻ ഏറ്റവും പറഞ്ഞല്ലോ മോളെ. ശരി അമ്മ. ഇതിവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഐശ്വര്യയുടെ അരുണിന്റെ ജീവിതം. ആനന്ദേട്ടാ, നമ്മളിനി എന്താ ചെയ്യാ? ഈ കുടുംബത്തിന്റെ ഉള്ള സമാധാനം കൂടി നശിക്കാൻ പോവാണല്ലോ ഈശ്വര. ആ സൈഡ് ഇത് നിറയെ ചവറാണല്ലോ. ഞാൻ ഇന്നലെ എന്റെ വീട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് ഇവിടെ നടന്ന വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ല. ശ്യാമയ്ക്ക് വിശേഷമുണ്ടല്ലേ? അല്ല, ശ്യാമയും അഖിലും ഒക്കെ പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നു. അതുമാത്രോ, ഒരു ഓമന കുഞ്ഞും പിറക്കാൻ പോവല്ലേ? ഇനി ഞാൻ പറഞ്ഞ ആ കാര്യം നിങ്ങൾ സാധിച്ചു തരണം. എന്താ ജയന്തി പറയാ? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, ഈ പഴയ വീട് പൊളിച്ച് ഒരു പുതുപുത്തൻ വീട് വെക്കാൻ. പ്ലീസ് ശ്യാമേ, അതിനൊരു തീരുമാനം ഉണ്ടാക്കാവോ? നമ്മുടെ ഈ വീട് പൊളിക്കാതെ തന്നെ നമുക്ക് ഈ വീട് പുതുപുത്തനാക്കിയാലോ? അശോ, അതെന്ത് മാജിക്കാ? ആ, അങ്ങനൊരു മാജിക് ഉണ്ട്. ജയന്തി എടുത്തി വാ വാ. ബർജർ പെയിന്റ് നോക്കി. അല്ല, ഇത് വെച്ചെങ്ങനെയാ ഈ പഴയ വീട് പുതുപുത്തനാക്കുന്നെ? എന്താ ഇതിന്റെ പ്രത്യേകത? അത് പറയാം. ജയന്തി അടുത്തേക്ക് മനസ്സിലാവാൻ പരസ്യത്തിൽ പറയുന്ന പോലെ തന്നെ പറയാം. ബർജർ ലോങ് ലൈഫ് പെയിന്റ് കേരളത്തിലെ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പെയിന്റ്. വീടിനെ 10 വർഷത്തേക്ക് പുത്തം പോലെ നിലനിർത്തും. ഇതിലെ സിലിക്കോൺ ശക്തമായ മഴയിൽ നിന്നും പായലിൽ നിന്നും വീടിനെ സംരക്ഷിക്കും. അതുപോലെ ഇതിലെ PU വീടിനെ തിളക്കത്തോടെ നിലനിർത്തും. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അത്രയും അനുയോജ്യമായ പെയിന്റ് ബർജർ ലോങ് ലൈഫ് പെയിന്റ്. എന്താ ജയന്തിക്ക് ഇഷ്ടായോ? അത് പിന്നെ ബുദ്ധിയുള്ളവർക്ക് ബർജർ പെയിന്റ് ഇഷ്ടാവും. ശരിയാ, എനിക്ക് ബുദ്ധിയുണ്ട്. ബർജർ പെയിന്റ് എനിക്ക് വലിയ ഇഷ്ടം.
അമൃതേർത്തി ഇതെന്താ മധുര പലഹാരങ്ങൾ ഉണ്ടാക്ക? ആ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നന്നായിട്ടുണ്ട്. ആണോ? പാക്കറ്റ് പലഹാരം കഴിച്ച് മടുത്തു. വീട്ടിലുണ്ടാക്കുമ്പോ അതിന്റെ ടേസ്റ്റും ഗുണവും ഒക്കെ മാറും. പ്രത്യേകിച്ച് അമൃതേർത്തിയുടെ കൈപ്പുണ്യം കൂടി ആകുമ്പോ പറയേ വേണ്ട. ഇന്ന് ആദ്യേട്ടന്റെ മക്കളുടെ ബർത്ത്ഡേ മറ്റോ ആണോ? ആദ്യ പലഹാരത്തിൽ ഒതുക്കാനാ പ്ലാൻ? അത് പറ്റില്ല കേട്ടോ. ബർത്ത്ഡേക്ക് ആരാ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന? കേക്ക് മുറിക്കല്ലേ ചെയ്യ? അല്ല പിന്നെ ഇത്രയും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ? എന്താ വിശേഷം? അപ്പൊ ഐശ്വര്യ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്ത് വിശേഷം ഇവിടെ ഉള്ളത്? ഇവിടെ ഈ കുടുംബത്തിലെ ഒരു വലിയ വിശേഷ. പക്ഷെ ആ വിശേഷമുള്ള ആള് ഇപ്പൊ ഈ വീട്ടിലില്ല. അല്ല അതാരാ? മനസ്സിലായില്ല. എന്റെ ഐശ്വര്യ, നമ്മുടെ ശ്യാമയില്ലേ, അവള് പ്രഗ്നന്റാ. ഒരു ചെറിയ തളർച്ച പോലെ തോന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്തപ്പോഴാ ശ്യാമ പ്രഗ്നന്റ് ആണെന്നുള്ള ആ സന്തോഷ വാർത്ത അറിയുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടില് ഒരു കുഞ്ഞിക്കാലും കൂടി കാണാൻ പോവാ. ശ്യാമയുടെ അഖിലിന്റെ കുഞ്ഞല്ലേ, സാക്ഷാൽ ഉണ്ണിക്കണ്ണനെ പോലൊരു നല്ല മോനാവും ഉറപ്പാ. ആ സന്തോഷത്തിന് ശ്യാമയ്ക്ക് കൊടുക്കാനാ ഞാൻ ഈ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ പ്രഗ്നൻസി ഉറപ്പിച്ചോ? പിന്നെ ഞാനെന്താ വെറുതെ പറയോ? ഡോക്ടർ പറഞ്ഞതാ. എന്തായാലും നല്ല കാര്യായി. ഇവിടെ അച്ഛനൊക്കെ വലിയ സന്തോഷായി. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ജീവിതത്തിലെ സുന്ദരമായൊരവസ്ഥയത് ഒരമ്മയാവാന്ന് പറഞ്ഞ അത് അനുഭവിച്ചവർക്ക് അതിന്റെ ത്രില്ല് മനസ്സിലാവും. എങ്ങനെയുള്ളവരും ആ ഒരവസ്ഥയിലുള്ള പെണ്ണിനെ സ്നേഹിച്ചു പോവും. സിമ്പതിയും ഇഷ്ടവും ഒക്കെ തോന്നിപ്പോവും. എന്തിന് ശ്യാമയോട് അത്രയ്ക്ക് ദേഷ്യമായിരുന്നില്ലേ നമ്മുടെ അമ്മയ്ക്ക്? ഇതറിഞ്ഞ നിമിഷം മുതൽ അമ്മയ്ക്ക് ശ്യാമയോടുള്ള എല്ലാ ദേഷ്യവും മാറി. അതങ്ങനെയാ. അമ്മയുടെ അഖിയുടെ കുഞ്ഞ് ശ്യാമയുടെ വയറ്റിലുള്ളത്. അപ്പൊ അമ്മയ്ക്ക് ഒരിക്കലും ശ്യാമയെ വെറുക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇനി മുതൽ പണ്ട് ശ്യാമയോടുള്ള ഇഷ്ടത്തിന്റെ 10 മടങ്ങ് ഇഷ്ടം ഇനി തോന്നി തുടങ്ങും. അപ്പോ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയ അങ്ങനെയൊക്കെ സംഭവിക്കോ? അതെ, അതല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞേ. അരുണിന് ഐശ്വര്യയോടുള്ള ഇപ്പോഴത്തെ പിണക്കമില്ലേ, അത് മാറാനും ഒരൊറ്റ മൂലിയേ ഉള്ളൂ. താമസിയാതെ ഐശ്വര്യം പ്രഗ്നന്റ് ആവുക. ഒരു ഓമന കുഞ്ഞിനെ പ്രസവിച്ച് അരുണിന്റെ കയ്യിൽ കിട്ടുന്നതോടെ അരുണ് പിന്നെ ഐശ്വര്യയുടെ സ്നേഹത്തിന് അടിമയാവും. അതൊരു മനഃശാസ്ത്ര. ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഇപ്പൊ ഐശ്വര്യ അരുണും ഭാര്യയും ഭർത്താവും മാത്രം. ഒരു കുഞ്ഞു പിറന്ന ആ പിറക്കുന്ന കുഞ്ഞിന്റെ അച്ഛനും അമ്മയാ രണ്ടുപേരും. ഒരു ഭാര്യയേക്കാൾ ഉപരി ആത്മബന്ധം ഒരു പുരുഷന് സ്വന്തം കുഞ്ഞിന്റെ അമ്മയോട്. അത് മറക്കണ്ട. ഐശ്വര്യ, ഇതൊന്ന് നോക്കിക്കോ. അപ്പോ അമ്മ എന്ന് പറഞ്ഞ അത്രയും പവർ ഉണ്ടല്ലേ? ശരി, നമുക്ക് നോക്കാം.
ശ്യാമേ ആ, എടുത്തി ശ്യാമേ എടുത്തി. ആദ്യേട്ടാ അഖി ശ്യാമേ വന്നിട്ടുണ്ടേ. ശ്യാമേ ഈ വിവരം അറിഞ്ഞപ്പോ എനിക്ക് എന്ത് സന്തോഷമായിരുന്നോ. രണ്ടാളും വാ, എല്ലാരും നിങ്ങളെ കാത്തിരിക്കുക. അഖി അഖി ദാ എന്തായാലും സന്തോഷമായി. ഈ കുടുംബത്തിലേക്ക് പുതിയൊരാൾ കൂടി വരികയല്ലേ. വാ മോളെ അതോട് വാ വാ വാടാ. വാ ശ്യാമേ വാ. വാ എന്തായാലും രണ്ടാളും വന്നല്ലോ, സന്തോഷായി. എന്തായാലും സന്തോഷത്തിന് എല്ലാവർക്കും കുറച്ച് മധുരം കഴിച്ചാലോ. ശ്യാമേ എടുക്ക് എടുക്ക്. അഖി എടുക്ക്. ആ ആദ്യേട്ടാ. എന്താ നോക്കി നിൽക്കുന്നേ, കഴിക്ക്. കഴിക്ക. നീ എന്താടാ നോക്കി നിൽക്കുന്നേ, കഴിച്ചോ. ശ്യാമേ എന്നോടൊപ്പം വാ, ഞാൻ എന്റെ സന്തോഷം ഒന്ന് അറിയിക്കട്ടെ. എനിക്ക് ശ്യാമയ്ക്കൊരു സമ്മാനം തരാനുണ്ട്. ചെല്ല്. വാ വന്നേ. വാ. ഇതെന്ത് അത്ഭുത, എത്ര പെട്ടെന്ന് അമ്മയുടെ മനസ്സ് മാറിയത്. ശ്യാമയെ കണ്ട വെട്ടും കൊല്ലൂന്നൊക്കെ പറഞ്ഞു നടന്നതാ. ഗർഭിണിയായ ഇത്ര പരിഗണന കിട്ടുമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. അച്ഛാ, ശ്യാമ മോളെ വാ മോളെ. ശ്യാമേ അച്ഛാ. മോള് മാത്രമേ ഉള്ളൂ, അഖി വന്നില്ലേ? ആ, അഖിൽ സാറ് വന്നിട്ടുണ്ട്. അവിടെ ആദ്യേട്ടനോട് സംസാരിച്ച് നിൽക്കുക. എന്തായാലും നിങ്ങൾ രണ്ടാളും വന്നല്ലോ, സന്തോഷമായി. ആനന്ദേട്ടൻ ഫാക്ടറിയിലേക്കല്ലേ? എന്നാ പിന്നെ ഇറങ്ങിക്കോളൂ. ഞങ്ങള് അമ്മയ്ക്കും മോൾക്കും ചില രഹസ്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയക്കോ അയക്കോ, ഞാൻ പോയേക്കാം. എന്തായാലും ശ്യാമമോളും അഖി വന്നതല്ലേ, ഞാൻ ഹാളിൽ കാണും. നിങ്ങള് രഹസ്യമൊക്കെ പറഞ്ഞ് തീർന്നിട്ട് ഹാളിലേക്ക് വാ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫാക്ടറിയിലേക്ക് പോകുന്നുള്ളൂ. അല്ല, ആനന്ദേട്ടൻ പോയിക്കോ.
ഫാക്ടറിയിൽ എന്തോ ആവശ്യമുള്ളതല്ലേ? ഇവര് രണ്ടാളും വീണ്ടും വീട്ടിലേക്ക് വന്നതല്ലേ, ആ സന്തോഷമൊക്കെ പങ്കുവച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ. ആ ശരി ശരി ശരി, നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഞാൻ ഹാളിൽ തന്നെ കാണും. കേട്ടോ മോളെ? ശരി അച്ഛ. ഇതെല്ലാം നിനക്കുള്ളതാ. വാ, വന്നിരിക്ക. അല്ല ഇരിക്ക. ഞാനിതൊക്കെ നിന്നെ ഒന്ന് അണിയിക്കട്ടെ. ഇതൊന്നും വേണ്ട. ചുമ്മാതിരി, ഇതൊക്കെ വേണം. ദേ, ഇനി ഇതിൽ ഓർണമെന്റ്സ് ഒരുപാടുണ്ട്. നീ വെച്ചോ. അമ്മ, ഇതൊക്കെ അമ്മയുടെ ഷെൽഫിൽ തന്നെ ഇരിക്കട്ടെ. ഇതൊക്കെ ഞാൻ നിനക്ക് തന്നതാ, എതിര് പറയണ്ട. അമ്മ, നിനക്ക് സന്തോഷായോ? അമ്മ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. അങ്ങനെയാ ഞാൻ. സ്നേഹിച്ചു കൊല്ലും. എതിർത്താ പിന്നെ എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാനാവില്ല. അമ്മ, ഈ സ്വർണ്ണമൊന്നും എനിക്ക് ആവശ്യമില്ല. അമ്മ എന്നും എന്റെ കൂടെയും അഖിൽ സാറിന്റെ കൂടെയും സന്തോഷമായിട്ടിരുന്നാ മതി. എന്ന് സന്തോഷമായിട്ടിരിക്കും. നിന്നെ അഖിയും എന്നും ഞാൻ സ്നേഹിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് മോൾ അനുസരിക്കണം. അമ്മ പറയുന്ന നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? അതില്ല. ഞാൻ പറയുന്ന നല്ലതെന്തും നീ അനുസരിച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു നല്ല കാര്യം നിന്നോട് പറയാൻ പോവാ. മോളത് അനുസരിക്കണം. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, നല്ലത് എന്തായാലും ഞാൻ കേൾക്കും, അനുസരിക്കുകയും ചെയ്യും. 1 വർഷത്തേക്ക് നീയും അഖിയുമായി യാതൊരു ശാരീരിക അടുപ്പവും പാടില്ലെന്നാ ജോത്സ്യര് പറഞ്ഞ്. അമ്മ, അത് ശരിയാ. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പിന്നെ നല്ലൊരു ജോത്സ്യനെ ഞങ്ങൾ കണ്ടിരുന്നു. അത് സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ലെന്നാ ആ ജോത്സ്യം പറഞ്ഞത്. എന്തോ എനിക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അമ്മ, ഞാൻ പറഞ്ഞ സത്യ. അഖിയെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ? പിന്നെ എനിക്ക് അഖിൽ സാറെന്ന് പറഞ്ഞ എന്റെ ജീവനേക്കാളും വലുതാ. അപ്പോ അഖിയുടെ ജീവന് ആപത്ത് വരുന്നൊന്നും മോള് ചെയ്യില്ലല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ സ്വപ്നത്തിൽ പോലും അഖിൽ സാറിന് ആപത്ത് വരുന്ന ഒന്നും ചിന്തിക്കില്ല. എന്നാ ഇപ്പോ ഞാനും നീയും അത്രയ്ക്ക് സ്നേഹിക്കുന്ന
അഖിയുടെ ആയുസിന് ദോഷം വരാൻ പോവാ. അമ്മേ ഇല്ല, ഇത് സംബന്ധിച്ച് അഖിൽ സാറിന് ഒന്നും വരില്ല. ആ ജോൾസിന് ഉറപ്പ് തന്നിട്ടുണ്ട്. എനിക്കതത്ര വിശ്വാസം പോരാ. അമ്മ അത് ഞാൻ വേണ്ട, നീ ഇനി ഞാൻ പറയുന്ന കേക്ക്. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നീ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. ഇനി അതിന് പരിഹാരമുണ്ട്. മനസ്സിലായില്ല. എന്റെ അഖിമോന്റെ ജീവൻ അപകടം വരാതിരിക്കണമെങ്കിൽ നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്യണം. ഇനിയിപ്പോ അതാ നീ ചെയ്യേണ്ടത്. നീ ഇവിടെ താമസിക്ക്. അബോർഷനുള്ള ഏർപ്പാടുകൾ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ അഖിയെ രക്ഷിക്കാൻ ഇനി അതേ മാർഗമുള്ളൂ.